നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാനൂർ മേഖലയുടെ ഉറക്കം കെടുത്തിയ ക്ഷേത്രമോഷ്ടാവ് ഒടുവിൽ പിടിയിൽ. അറസ്റ്റിലായത് മുടവന്തേരി തൂണേരി കുഞ്ഞിക്കണ്ടി അബ്ദുള്ള. കേരളത്തിൽ നിയമനം കിട്ടുന്നതിന് ആർക്കെങ്കിലും കൈക്കൂലി വാങ്ങേണ്ടി വരുന്ന ദുരനുഭവം ഒരു ദശാബ്ദമായി കേരളത്തിൽ നിലനിൽക്കുന്നില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒരു തരത്തിലുള്ള അഴിമതിയും വെച്ചുറപ്പിക്കില്ലെന്നും മുഖ്യമന്ത്രി. പൊയിലൂരിന്റെ ഗ്രാമവിശുദ്ധി നേരിൽ കാണാനായത് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന് സിനിമാ താരം ദിലീപ്. പൊയിലൂർ ശ്രീനാരായണ മഠത്തിന്റെ 55ാം വാർഷികം നടന്നു. മാധ്യമപ്രവർത്തകൻ നവാസ് മേത്തർ രചിച്ച് കേരള വിഷൻ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിക്കുന്ന ആ കാറും 7 മരണവും പുസ്തക പ്രകാശനം ജനുവരി 8-ന്. നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ പുസ്തകോത്സവത്തിൽ പ്രകാശനം നിർവഹിക്കും. വാർത്തകൾ വിശദമായി. പാനൂർ മേഖലയുടെ ഉറക്കം കെടുത്തിയ ക്ഷേത്രമോഷ്ടാവ് ഒടുവിൽ പിടിയിൽ. മുടവന്തേരി തൂണേരി സ്വദേശി കുഞ്ഞിക്കണ്ടി അബ്ദുള്ളയാണ് പിടിയിലായത്. മംഗലാപുരത്ത് വെച്ചാണ് പാനൂർ പോലീസ് പ്രതിയെ പിടികൂടിയത്. നിരവധി ക്ഷേത്രങ്ങളിൽ മോഷണം നടത്തിയ ഭണ്ഡാര മോഷ്ടാവ് ഒടുവിൽ പിടിയിൽ. മുടവന്തേരി തൂണേരി സ്വദേശി കുഞ്ഞിക്കണ്ടി അബ്ദുള്ളയാണ് പിടിയിലായത്. CI MV ഷീജുവിൻ്റെ നേതൃത്വത്തിൽ SI മാരായ PR ശരത്ത്, മരിയ പ്രിൻസ്, ASI നിവേദ്, ബൈജു, SCPO ഫൈസൽ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ മംഗലാപുരത്ത് വെച്ച് പിടികൂടിയത്. തുടർന്ന് പ്രതിയെ തെളിവെടുപ്പിനായി വിവിധ ക്ഷേത്രങ്ങളിലെത്തിച്ചു. മൊബൈൽ ഫോണോ പ്രത്യേക വിലാസമോ ഇല്ലാത്ത പ്രതിയെ പിടികൂടുക എളുപ്പമല്ലായിരുന്നെന്നും മംഗലാപുരത്ത് തന്നെ ദിവസങ്ങളോളം ക്യാമ്പ് ചെയ്താണ് പ്രതിയെ പിടികൂടിയതെന്നും SI PR ശരത്ത് പറഞ്ഞു. നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ കുഞ്ഞിക്കണ്ടി കുഞ്ഞബ്ദുള്ളയെയാണ് നമ്മൾ ഇന്നലെ മംഗലാപുരത്ത് വെച്ച് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അമ്പല മോഷണങ്ങൾ, അതായത് ഭണ്ഡാര മോഷണങ്ങൾ, നിരവധി സ്റ്റേഷൻ പരിധിയിൽ ഏകദേശം പലതവണയായിട്ട് ശിക്ഷിക്കപ്പെട്ടിട്ട് ഇപ്പോൾ അവസാനമായിട്ട് വടകര സ്റ്റേഷൻ പരിധിയിൽ നിന്ന് ഒരു മോഷണത്തിന് ശിക്ഷിക്കപ്പെട്ട് ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് മുങ്ങിയെന്നാണ് അവസാനം അറിയാൻ പറ്റിയത്. അങ്ങനെ നിരവധി കേസുകൾ നമ്മുടെ സ്റ്റേഷൻ പരിധിയിൽ തന്നെ കുയിമ്പിൽ ഭഗവതി ക്ഷേത്രം, അതുപോലെ തന്നെ എലാങ്കോട് ഭദ്രകാളി മഹാവിഷ്ണു ക്ഷേത്രം, ഈ 2 ക്ഷേത്രങ്ങളിൽ മോഷണം നടത്തി കടന്നു കളയുകയും വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റിയത്. കാരണം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഒരു രീതി വെച്ചിട്ട് രാത്രി കാലങ്ങളിൽ മംഗലാപുരത്ത് നിന്ന് സ്റ്റേഷൻ പരിധികളിലേക്ക് എത്തുകയും അതുപോലെ കൃത്യമായൊരു വഴികളില്ല, പറമ്പുകളിലൂടെ തന്നെ സഞ്ചരിച്ച് മുന്നേ നോട്ട് ചെയ്ത അമ്പലങ്ങളിൽ പോയി മോഷണം നടത്തി വീണ്ടും പല രീതിയിൽ പല റെയിൽവേ സ്റ്റേഷനിലൂടെ മംഗലാപുരം, അതേപോലെ കോയമ്പത്തൂർ ഇതുപോലുള്ള ഏരിയകളിൽ പോയി ഒളിവ് ജീവിതം നയിച്ച് അങ്ങനെ ഒരു പ്രത്യേക മോഡസിലൊരു മോഷ്ടാവാണ്. ചെയ്യാൻ പ്രത്യേക ഒരു മൊബൈൽ ഫോൺ കൈവശം വെക്കുന്നതോ അങ്ങനെ അല്ലെങ്കിൽ ചില ആളുകളുമായിട്ട് ബന്ധം പുലർത്തുന്ന അങ്ങനെ യാതൊരു രീതിയും ടിയാനെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. പക്ഷെ നമ്മുടെ ടീമിൻ്റെ വളരെ മികവാർന്ന പ്രവർത്തനം മംഗലാപുരം ഏരിയകൾ കേന്ദ്രീകരിച്ച് കുറേ ദിവസങ്ങളിൽ വിവിധ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണം, അതുപോലെ തന്നെ പല ആൾക്കാരുമായിട്ട് നടത്തിയ അന്വേഷണം, ആലുവ പോലത്തെ സ്ഥലങ്ങളിൽ നടത്തിയ അന്വേഷണം, അങ്ങനെ അവസാനം മംഗലാപുരം ഉണ്ട് എന്നറിഞ്ഞ് പെട്ടെന്ന് ആക്ഷനിലൂടെ പോയി അവിടുന്ന് ടിയാനെ പിടികൂടുകയുണ്ടായത്. പുത്തൂർ കുയിമ്പിൽ ക്ഷേത്രം, എലാങ്കോട് മഹാവിഷ്ണു ഭദ്രകാളി ക്ഷേത്രം, ചെറുപ്പറമ്പ് പുറ്റുവൻകാവ് ഭഗവതി ക്ഷേത്രം, പൂക്കോം കല്ലുള്ളപുനത്തിൽ ക്ഷേത്രം, തൂവക്കുന്ന് അയ്യപ്പമഠം തുടങ്ങി വിവിധയിടങ്ങളിൽ പ്രതി ക്ഷേത്ര മോഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. വിവരമറിഞ്ഞ് ക്ഷേത്ര മോഷണ കേസ് രജിസ്റ്റർ ചെയ്ത വിവിധ സ്റ്റേഷനുകളിൽ നിന്നും പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് പോലീസുകാരെത്തി. എടച്ചേരി, കുറ്റ്യാടി സ്റ്റേഷനുകളിലും പ്രതിക്കെതിരെ കേസുണ്ട്. പ്രതിയെ തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ ക്ഷേത്രങ്ങളിൽ നിരവധി ഭക്തരും തടിച്ചുകൂടിയിരുന്നു. പ്രതിയെ പിടികൂടിയതറിഞ്ഞ് വിവിധ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ പാനൂർ പോലീസ് സ്റ്റേഷനിലെത്തി പോലീസിനെ അഭിനന്ദിച്ചു. പ്രതിയെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ച് സ്റ്റേഷനിലേക്ക് നാമജപ ഘോഷയാത്ര സംഘടിപ്പിക്കാനുള്ള ഒരുക്കങ്ങളും നടക്കുന്നതിനിടയിലാണ് പ്രതി പിടിയിലായത്. 17-ാം വയസ്സിൽ മോഷണത്തിനിറങ്ങിയ അബ്ദുള്ള 10 വർഷത്തോളം ജയിൽവാസവും അനുഭവിച്ചിട്ടുണ്ട്. വടകരയിൽ ക്ഷേത്ര മോഷണം നടത്തിയതിന് അറസ്റ്റിലായ പ്രതി ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് വീണ്ടും മോഷണങ്ങൾക്ക് ഇറങ്ങിയത്.
കേരളത്തിൽ നിയമനം കിട്ടുന്നതിന് ആർക്കെങ്കിലും കൈക്കൂലി കൊടുക്കേണ്ടി വരുന്ന ദുരനുഭവം ഒരു ദശാബ്ദമായി കേരളത്തിൽ നിലനിൽക്കുന്നില്ലെന്നും ഒരു തരത്തിലുമുള്ള അഴിമതിയും വെച്ചുപൊറുപ്പിക്കില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. രജിസ്ട്രേഷൻ ദിനാചരണത്തിന്റെ സംസ്ഥാനതല പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രജിസ്ട്രേഷൻ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം അഞ്ചരക്കണ്ടിയിൽ നടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. നിയമനത്തിന് കൈക്കൂലി നൽകുന്ന രീതി കേരളത്തിൽ ഇല്ലാതായതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ചില തസ്തികകളിൽ നിയമനം ലഭിക്കാൻ ഉദ്യോഗാർത്ഥികൾ പണം കൊടുക്കുന്ന രീതിയായിരുന്നു മുമ്പ്. അതില്ലാതായത് സർക്കാർ സ്വീകരിച്ച കർക്കശ സമീപനത്തിന്റെ ഭാഗമായാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അഴിമതിക്കുള്ള അവസരം നഷ്ടപ്പെട്ടവർ അത് തിരികെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥ തലത്തിൽ ചുമതലയുള്ള ചിലർ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവരിൽ പലരും വിജിലൻസിന്റെ പിടിയിലാകുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പദ്ധതി നടത്തിപ്പിന് ടെൻഡർ വിളിക്കുന്നവർ ഭരണവുമായി ബന്ധപ്പെട്ട കേന്ദ്രത്തിന് വിഹിതം കൊടുക്കേണ്ടാത്ത സംസ്ഥാനമാണ് കേരളമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഉദ്യോഗസ്ഥര് അതിൻ്റെ ഭാഗമായി നിയമനം നൽകാൻ പറ്റുന്നവർക്ക് പണം കൊടുക്കുന്ന രീതിയുണ്ടായി. വ്യാപകമായ അഴിമതി പല മേഖലകളിൽ നിന്നിരുന്നു. കേരളത്തിലെ ഇന്നത്തെ എല്ലാ ഓഫീസുകളും, രജിസ്ട്രേഷൻ വകുപ്പ് മാത്രമല്ല, എല്ലാ ഓഫീസുകളും പരിശോധിച്ചാൽ ഏതെങ്കിലും ഒരിടത്ത് പോസ്റ്റിംഗ് കിട്ടുന്നതിന് വേണ്ടി ആർക്കെങ്കിലും കൈക്കൂലി കൊടുക്കേണ്ടി വരിക എന്ന ഒരു ദുരനുഭവം ഇക്കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലമായി കേരളത്തിൽ നിലനിൽക്കുന്നു. അത് ഏറ്റവും വലിയൊരു പ്രത്യേകത തന്നെയാണ്. മന്ത്രി രാമചന്ദ്ര കടന്നപ്പള്ളി അധ്യക്ഷനായി. വി ശിവദാസൻ MP, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ, രജിസ്ട്രേഷൻ വകുപ്പ് ഇൻസ്പെക്ടർ ജനറൽ K. മീര, നികുതി വകുപ്പ് അഡീഷണൽ സെക്രട്ടറി MV പ്രമോദ്, അഞ്ചരക്കണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PK സീന, അംഗം PP പ്രസീത, തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വിപിൻ ലാൽ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ KK രാഗേഷ്, TK ഖാദർ, T. ഭാസ്കരൻ, VC വാസവൻ, D. മുനീർ, VK ഗിരിജൻ, ആധാരമെഴുത്ത് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് KG ഇന്ദുകലാധരൻ, ആധാരമെഴുത്ത് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി രാജേഷ് പനയൂർ, അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ VP കിഷോർ എന്നിവർ സംസാരിച്ചു. ടാക്സ് കൺസൾട്ടൻസ് ആൻഡ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ വയനാട് ചുരൽമല ദുരന്തബാധിതർക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 6,70,051 രൂപയുടെ ചെക്ക് കൈമാറി. ബംഗാളിലുണ്ടായ അവസ്ഥയ്ക്ക് സമാനമായ രീതിയിലേക്കാണ് കേരളത്തിലെ CPMന്റെ പോക്കെന്ന് DCC ജനറൽ സെക്രട്ടറി T. ജയകൃഷ്ണൻ. തലശ്ശേരി തിരുവങ്ങാട് വാർഡ് കൗൺസിലർ A. ഷർമിളയെ വാർഡിൽ പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് നഗരസഭ ചേംബറിൽ വെച്ച് ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധിച്ച് തലശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജയകൃഷ്ണൻ. ഷർമിളയെ ഭീഷണിപ്പെടുത്തിയ ഇവിടുത്തെ ചെയർമാനോടും കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് പറയാനുള്ളത്, കാരായല്ല കൂരായി ആയാലും ശരി, വീണത്തലും ചീറ്റലുമൊക്കെ തന്റെ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരോട് മതി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകരോട് നീ പഴയ ഗുണ്ടയായാലും, നീ ഗുണ്ടയ്ക്ക് നേതൃത്വം കൊടുത്തവനായാലും, കോൺഗ്രസിന്റെ നേതാക്കന്മാരെ ഗുണ്ടായിസത്തിന്റെ പേരിൽ ആക്രമിച്ചാലും പ്രതികരിക്കാൻ വന്നാൽ ശക്തമായ പ്രതിഷേധം ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് കാരായോട് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാരെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന മുനിസിപ്പൽ ചെയർമാൻ കാരായി ചന്ദ്രശേഖരന്റെ നിലപാട് ഫാസിസ്റ്റ് സമീപനമാണെന്ന് DCC ജനറൽ സെക്രട്ടറി T. ജയകൃഷ്ണൻ പറഞ്ഞു. ഈ രീതിയിലുള്ള സമീപനമാണ് CPMന് ബംഗാളിലുണ്ടായ അധപതനത്തിന് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് തന്നെയായിരുന്നു ബംഗാൾ എന്ന് പറയുന്ന സംസ്ഥാനത്ത് 34 വർഷം ഭരിച്ചപ്പോൾ ആ സംസ്ഥാനത്തിലെ മറ്റു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരെ ഉന്മൂലനം ചെയ്യുന്ന സിദ്ധാന്തവുമായി കമ്മ്യൂണിസ്റ്റുകാരൻ മുന്നോട്ട് പോയപ്പോൾ ഇന്ന് ബംഗാളിൽ
കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറയുമ്പോൾ പേപ്പട്ടിയെ പോലെ തല്ലിക്കൊല്ലുന്ന ഒരു സാഹചര്യമാണ് ബംഗാളിലുള്ളത്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് MP അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു. ഗീത കൊമ്മേരി, MP അസൈനാർ, A ശർമിള, സുശീൽ ചന്ദ്രോത്ത്, E വിജയകൃഷ്ണൻ, PV രാധാകൃഷ്ണൻ, ജതീന്ദ്രൻ കുന്നോത്ത്, അനസ് ചാലിൽ, N അഷ്റഫ്, AR ചിന്മയ് എന്നിവർ സംസാരിച്ചു. പൊയിലൂരിന്റെ ഗ്രാമവിശുദ്ധി നേരിട്ട് കാണാനായത് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന് സിനിമാ താരം ദിലീപ്. പൊയിലൂർ ശ്രീനാരായണ മഠത്തിന്റെ 55-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനത്തിന്റെയും പുതിയ ഓഫീസ് കെട്ടിടത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ദിലീപ്. പൊയിലൂർ ശ്രീനാരായണ മഠത്തിന്റെ 55-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയ സാംസ്കാരിക സമ്മേളനത്തിന്റെയും പുതിയ ഓഫീസ് കെട്ടിടത്തിന്റെയും ഉദ്ഘാടനം നടൻ ദിലീപ് നിർവഹിച്ചു. ഉദ്ഘാടനത്തിനായി പൊയിലൂരെത്തിയ നടൻ ദിലീപിന് ഊഷ്മളമായ വരവേൽപ്പാണ് പൊയിലൂർ ജനത നൽകിയത്. നൂറുകണക്കിന് ആളുകളാണ് ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയത്. ഗാനമേളയിലും പങ്കെടുക്കാൻ ഈ നാട്ടിൽ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. നമ്മളെല്ലാവരും ആകാംക്ഷപൂർവ്വം കാത്തിരുന്ന നമ്മുടെ എല്ലാം സ്വന്തം ദിലീപേട്ടൻ ഇതാ പൊയിലൂർ ശ്രീനാരായണ മഠത്തിന്റെ 55-ാമത് വാർഷികാഘോഷം ധന്യമാക്കാൻ പൊയിലൂരും നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അദ്ദേഹത്തെ ആദരവായി വളരെ സന്തോഷത്തോടു കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മഠം ഉൾപ്പെടുന്ന വാർഡിനെ പ്രതിനിധീകരിക്കുന്ന അംഗം കൂടിയാണ് അനിഷ വി, മെമ്പർ ഗ്രാമപഞ്ചായത്ത്, BJP ജില്ലാ കമ്മിറ്റി അംഗം പൂലൂർ, മാതൃസമിതിയുടെ പ്രസിഡന്റ് ശ്രീമതി നിഷ പവിത്രൻ, സെക്രട്ടറി. മുഴുവൻ ആളുകൾക്കും മഠം കമ്മിറ്റിയുടെ ഹൃദ്യംഗമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഭദ്രദീപം കൊളുത്തി നടൻ ദിലീപ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. മുപ്പത്തൊന്നാമത്തെ വർഷമാണ് അഭിനയം തുടങ്ങിയിട്ട്. ഇത്രയും കാലം എനിക്ക് തോന്നുന്നു ഒരു മൂന്നാമത്തെ തലമുറയായിരിക്കും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ അത് പറയാൻ കാരണം ഇവിടെ അമ്മമാരുടെ സ്ഥാനത്ത്, അച്ഛന്മാരുടെ സ്ഥാനത്ത്, അല്ലെങ്കിൽ അപ്പൂപ്പൻ അമ്മൂമ്മമാർ എന്ന് പറയുന്ന ആൾക്കാർ വരെ ഇവിടെ ഇരിപ്പുണ്ട്. അവരുടെ ഒരു മധ്യ വയസ്കിലെ ആ ഒരു സമയത്തായിരിക്കും ഞാൻ സിനിമയിലേക്ക് വന്നിരിക്കുന്നത്. ഇന്ന് അവർക്ക് മക്കളുടെ മക്കളായിരിക്കുന്നൊരു കാലഘട്ടം. ഇത്രയും കാലത്തിനിടയ്ക്ക് വ്യത്യസ്തമായിട്ടുള്ള പല വേഷങ്ങൾ ചെയ്യാനും ആ വേഷങ്ങളൊക്കെ നിങ്ങൾ രണ്ട് കൈനീട്ടി സ്വീകരിക്കുകയും അതിന് നിങ്ങൾ തന്ന സ്നേഹം, കയ്യടി, അതാണ് ഇന്നും എന്നെ വേദിയിൽ നിലനിർത്തുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഗ്രാമത്തിൽ വരുന്നത്. ഇവിടെ നിങ്ങളോട് ഓരോരുത്തരോടും ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി നിങ്ങൾ ഓരോരുത്തരോടും കൈപിടിച്ച് പറയുകയാണ്. കാരണം നിങ്ങളുടെ വിലയേറിയ ഒരുപാട് സമയം മാറ്റിവെച്ചാണ് നിങ്ങളെല്ലാവരും ഈ ഒരു ചടങ്ങിൽ വന്നിരിക്കുന്നത്. രവിയേട്ടൻ ഇവിടെ സംസാരിക്കുകയുണ്ടായി. രവിയേട്ടൻ്റെ സംസാരം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു അടുത്ത പരിപാടിയുടെ തലയിലേക്ക് വരാൻ പോവാത്. രവിയേട്ടൻ ആവേശം കയറിയിട്ട് പോയപ്പോൾ ദൈവമേ ഇനി ഇതെന്താവുമോ. അദ്ദേഹത്തിൻ്റെ സ്നേഹമാണത്, രോഷമാണത്, അത് നമ്മളോടുള്ള ആത്മാർത്ഥമായിട്ടുള്ള, എന്നെ പലപ്പോഴും ഗോപാലൻ്റെ കൂടെ കണ്ടിട്ടുള്ള ആ ഒരു സ്നേഹമാണ്. രവീന്ദ്രൻ പൊയിലൂർ ചടങ്ങിൽ അധ്യക്ഷനായി. KK ദിനേശൻ സ്വാഗതം പറഞ്ഞു. തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രേയ ബാലൻ, PP മനോജ്, മുൻ MLA പാറക്കൽ അബ്ദുള്ള, വാടകങ്ങളായ KC അനിഷ, നിത്യരാജൻ, PK സജീവൻ എന്നിവർ സംസാരിച്ചു.
നമ്മുടെ തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. ഈ വാർഡിൽ നിന്നാണ് അനിഷ വി ഈ വാർഡിൽ തിരഞ്ഞെടുക്കപ്പെട്ടത്. ഉപഹാരം സമർപ്പിക്കുന്നു. 3-4 കുട്ടികൾ അവിടെ ദിലീപിന് ഫോട്ടോകൾ സമർപ്പിക്കുന്നു. വളണ്ടിയേഴ്സ് ദിലീപിൻ്റെ വാഹന വ്യൂഹം 3 സൗകര്യങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട വളണ്ടിയേഴ്സ് സൗകര്യം ചെയ്തു കൊടുക്കണം. വാഹനം പോകുന്നതിന് വേണ്ടിയുള്ള വഴി ഒരുക്കി കൊടുക്കണം എന്നറിയിച്ചു. പ്രിയ താരം ശ്രീ ദിലീപിനുള്ള മഠത്തിൻ്റെ ഉപഹാരിക്കുന്നത് ശ്രീ ദിലീപിനെയും നൽകുന്നതിന് മഠം പ്രസിഡന്റ് ശ്രീ രവീന്ദ്രൻ പോലൂരിനെയും ക്ഷണിക്കുന്നു. മഠത്തിൻ്റെ സ്നേഹാദരം സമർപ്പിക്കുന്നു. മഠത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ രവീന്ദ്രൻ പോലൂർ. ജീവിത മഹത്വവും ദർശനങ്ങളുടെ മാനവലോകത്തെ പ്രചോദിപ്പിച്ചുകൊണ്ട് ഇത്തരമൊരു മഹത് സ്ഥാപനം ഗുരുമഠം ഈ പ്രദേശത്തെ ഗുരുദർശനങ്ങളാൽ മാധ്യമ പ്രവർത്തകൻ നവാസ് മേത്തർ രചിച്ച് കേരള വിഷൻ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിക്കുന്ന ആ കാറും 7 മരണവും എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ജനുവരി 8 രാവിലെ 9:45 തിരുവനന്തപുരത്ത് നിയമസഭാ പുസ്തകോത്സവത്തിൽ വെച്ച് നടക്കും. നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ, മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്നിവർ ചേർന്ന് പുസ്തകം പ്രകാശനം ചെയ്യുമെന്ന് ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ, മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നിവർ ചേർന്ന് പുസ്തകം പ്രകാശനം ചെയ്യും. ADGP S. ശ്രീജിത്ത് പുസ്തകം ഏറ്റുവാങ്ങും. ഫാദിൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ അബ്ദുൽ ലത്തീഫ് KSA മുഖ്യാതിഥിയാകും. COA ട്രഷറർ ബിനു ശിവദാസ്, കേരള വിഷൻ ന്യൂസ് MD പ്രിജേഷ് അച്ചാണ്ടി, കേരള വിഷൻ പബ്ലിക്കേഷൻസ് MD NE ഹരികുമാർ തുടങ്ങിയവർ സംബന്ധിക്കും. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്കൊക്കെ സുപരിചിതമായ കേരള വിഷൻ ചാനൽ, കേരള വിഷൻ ന്യൂസ് ചാനൽ, അതുപോലെ തന്നെ കേരള വിഷൻ എൻ്റർടൈൻമെൻറ്റ് ചാനൽ എന്നീ ചാനലുകളും, ഒപ്പം തന്നെ കേരളത്തിൽ 14 ജില്ലകളിലും നമ്മുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന 100ഓളം പ്രാദേശിക ചാനലുകളും വളരെ മികച്ച രീതിയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഈ കഴിഞ്ഞ സെപ്റ്റംബറിലാണ് കേരള വിഷൻ പ്രസാധന രംഗത്തേക്ക് കൂടി കടക്കുന്നത്. അതിനായി കേരള വിഷൻ പബ്ലിക്കേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഒരു സ്ഥാപനം ആരംഭിക്കുകയും അതിൻ്റെ നേതൃത്വത്തിൽ ആദ്യ പുസ്തകം കഴിഞ്ഞ സെപ്റ്റംബർ മാസം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ആ പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മാധ്യമ മേഖലയിലെ ഒരു എഴുത്തുകാരൻ്റെ അനുഭവങ്ങളും അതിൻ്റെ നേർക്കാഴ്ചകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള നമ്മുടെ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് തന്നെ സംപ്രേഷണ യോഗ്യമല്ലാത്ത കഥകൾ എന്നുള്ള പുസ്തകമാണ് പ്രസിദ്ധീകരിച്ചത്. ആ പുസ്തകം അന്ന് പ്രസാധന ദിവസം തന്നെ മുഴുവൻ പുസ്തകങ്ങളും വിറ്റഴിക്കപ്പെട്ടു എന്ന ഒരു ചരിത്രം കൂടി ഉണ്ട്. തുടർന്ന് നമ്മൾ ഈ പുതുവത്സരത്തിൽ മികച്ച ഓരോ മാസവും ഒരു പുസ്തകം എന്നുള്ള തരത്തിൽ തന്നെ പ്രസിദ്ധീകരണം എന്നുള്ള തരത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഈ വർഷം നമ്മുടെ 2ാമത്തെ പുസ്തകമായി ഈ വർഷത്തെ ആദ്യ പുസ്തകം എന്നുള്ള നിലയിൽ ശ്രീ നവാസ് മേത്തർ രചിച്ച ഒരു കാറും 7 മരണവും എന്ന് പറയുന്ന പുസ്തകം പ്രസിദ്ധീകരിക്കുകയാണ്. കോഴിക്കോട് യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലറും ചരിത്രകാരനുമായ ഡോക്ടർ KKN കുറുപ്പ് അവതാരക എഴുതിയ പുസ്തകത്തിൽ 21 അധ്യായങ്ങളാണുള്ളത്. കാന്തലോട്ട് കുഞ്ഞമ്പുവും CH മുഹമ്മദ് കോയയും EMSഉം MP വീരേന്ദ്രകുമാറും ഉൾപ്പെടെ മൺമറഞ്ഞ നേതാക്കളും പുസ്തകത്തിൽ വിവിധ അധ്യായങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഇതിൻ്റെ എഴുത്തുകാരനെ കുറിച്ച് ഇവിടെ പറയുമ്പോൾ ആദ്യത്തെ രചനയിൽ തന്നെ വായനക്കാരെ ഇരുത്തിക്കുന്നതിലുള്ള രചനയാണ് അദ്ദേഹം നിർവഹിച്ചിട്ടുള്ളത്. പിന്നീട് ഇപ്പോൾ 2ാമത് രചിക്കുന്ന ആ കാറും 7 മരണവും ഒരു അന്വേഷണാത്മക രീതിയിലേക്കാണ് അതിൻ്റെ കഥ കൊണ്ടുപോകുന്നതാണ് നമുക്ക് ആ
ഹെഡിങ് കാണും, പേര് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിൻ്റെ പെണ്ണുകെട്ടിക്കവല എന്ന അധ്യായത്തിൽ തുടങ്ങി ഇനി എന്തിനാ മോളെ എനിക്ക് ആ ചെരുപ്പ് എന്ന അധ്യായത്തിൽ അവസാനിക്കുന്ന പുസ്തകത്തിൽ ഈപ്പിയും താലിയും എൻ്റെ മയ്യഴി പൊട്ടൻകണ്ടിയും കട്ടൻചായയും ഒറ്റമുറിക്കുള്ളിൽ 3.5 പതിറ്റാണ്ട് ചെങ്ങുനുറുങ്ങും വേദന ആണ് ആനിക്കക്കുരുവും മരണം വെറുതെ വിട്ടവർ തുടങ്ങി ഒട്ടേറെ മണിയറ രഹസ്യം ചോർത്താൻ അമ്മായിമാർ കടിഞ്ഞൂൽ പ്രസവം തുടങ്ങിയ അധ്യായങ്ങളിൽ വളരെ വിശദമായി തന്നെ അദ്ദേഹം നമ്മുടെ തലശ്ശേരിയുടെ കാര്യങ്ങൾ ചരിത്രം വരച്ച് കാണിക്കപ്പെടുന്നുണ്ട്. പ്രവാസ ലോകവും തലശ്ശേരി കോടതികളും ചില ജയിൽ ജീവിതങ്ങളും വായനക്കാരെ പഴയ കാലത്തെ ആരും കാണാത്ത കാഴ്ചകളിലേക്ക് എത്തിക്കുന്നതാണ് പുസ്തകം. കാഴ്ചകളും തലശ്ശേരിയിലെ എൻ്റെ ചില കാഴ്ചകളും അതിനകത്ത് തെരുവിൽ ജീവിക്കുന്ന മനുഷ്യരും ജീവിതം മടുത്ത് ജീവിതം അവസാനിപ്പിക്കാൻ വരുന്ന മനുഷ്യരും എല്ലാം കടന്നു വരുന്നുണ്ട്. പിന്നെ കണ്ണൂർ റെയിൻബോ ടൂറിസ്റ്റ് ഹോം കേരള രാഷ്ട്രീയത്തിൻ്റെ എല്ലാ പ്രമുഖരായ ആളുകളും വന്ന് വസിച്ചിട്ടുള്ളൊരു സ്ഥലമാണ്. മന്ത്രിമാർ, സനൽ ഇടമറ പോലുള്ള ആളുകൾ, ഇടമറ ഉൾപ്പെടെ എല്ലാവരും രാഷ്ട്രീയ നേതാക്കളുടെ പേര് പറഞ്ഞാൽ തീരാത്തത്ര രാഷ്ട്രീയ നേതാക്കളുടെയൊക്കെ ഒരു ആവാസ കേന്ദ്രമായി ആ ബിൽഡിംഗ് ഇല്ലാതാകാണ്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് കഥകളും ഒക്കെയാണ് ഇതിനകത്തുള്ളത്. വാർത്താ സമ്മേളനത്തിൽ കേരള വിഷൻ ന്യൂസ് മാനേജിംഗ് ഡയറക്ടർ പ്രജേഷ് അച്ചാണ്ടി, കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി MR രജീഷ്, M വിനീഷ് കുമാർ, നവാസ് മേത്താർ, MK ഹരികൃഷ്ണൻ എന്നിവർ സംബന്ധിച്ചു. മനുഷ്യപക്ഷത്ത് നിന്നുകൊണ്ട് നിത്യജീവിതത്തിൽ മലയാളിക്ക് പുതിയ ഭാഷ നൽകിയ കലാകാരനാണ് ശ്രീനിവാസനെന്ന് നടനും ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാനുമായ പ്രേംകുമാർ. കതിരൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ശ്രീനിവാസൻ അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കതിരൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ നടൻ ശ്രീനിവാസനെ അനുസ്മരിച്ചു. പുതുതായി തെരഞ്ഞെടുത്ത ജനപ്രതിനിധികൾക്ക് സ്വീകരണവും ഇതോടൊപ്പം ഒരുക്കി. ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാൻ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. മലയാളികളുടെ കാപട്യവും പൊങ്ങച്ചവും നർമ്മത്തിലൂടെ തുറന്നു കാണിച്ച കണ്ണാടിയാണ് ശ്രീനിവാസൻ എന്ന് പ്രേംകുമാർ പറഞ്ഞു. മനുഷ്യത്വമുള്ള ഒരുപാട് കഥാപാത്രങ്ങളെ ശ്രീനിവാസൻ സിനിമയ്ക്ക് സംഭാവന ചെയ്തു. ശ്രീനിവാസൻ മരണപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഇനിയും നിരവധി കഥകളും കഥാപാത്രങ്ങളും അദ്ദേഹത്തിലൂടെ സൃഷ്ടിക്കപ്പെടുമായിരുന്നുവെന്നും പ്രേംകുമാർ അനുസ്മരിച്ചു. ഒരു ഉപരിപ്ലവമായ ഒരു ഹാസ്യമായിട്ട് അതിനെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. ഇപ്പൊ സന്ദേശം എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്ന പല സംഭാഷണങ്ങളും അത് കാലം എത്ര കഴിഞ്ഞാലും പ്രസക്തമായി ഉള്ള, ഒരുപക്ഷെ എന്നും മനുഷ്യർക്കുള്ള അല്ലെങ്കിൽ സമൂഹത്തിനുള്ള അല്ലെങ്കിൽ നമ്മുടെ ഒരു രാഷ്ട്രീയത്തിനൊക്കെ ഉള്ള ഒരു വലിയ സന്ദേശമായി എന്നും അത് കാലാധിപത്യമായി നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെ അത് അദ്ദേഹത്തിന്റെ ഏറ്റവും തികഞ്ഞ ചില ബോധ്യങ്ങളാണ്. അതിനകത്ത് ചിലപ്പോൾ വിയോജിപ്പിക്കാം, നമുക്ക് വിയോജിപ്പ് പറയാം, അതിനെ നമുക്ക് ചിലപ്പോൾ വേണമെങ്കിൽ എതിർക്കാം, അതൊക്കെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞ ചില വസ്തുതകൾ, ചില ജീർണതകൾ, ചില മൂല്യച്യുതികൾ അത് നമ്മുടെ സമൂഹത്തിൽ ആകെ ഉണ്ടാകുന്നു. അതിനെ അദ്ദേഹം വളരെ നിശ്ചിതമായി തന്നെ വിമർശിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ ഒരു നർമ്മത്തിന്റെ രീതിയിൽ ആരെയും നോവിപ്പിക്കാതെ. ഇപ്പൊ ശ്രീനേട്ടനെ കുറിച്ച് അതിന്റെ പ്രിയപ്പെട്ട ശ്രീ പ്രശാന്ത് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഇന്ന് ഞങ്ങൾ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്. അത് അദ്ദേഹം ശ്രീനേട്ടന് ആരോടും എന്തും ധൈര്യമായിട്ട് പറയാനുള്ള ഒരു ലൈസൻസ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത് പോലെയാണ് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുള്ളത്. അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും അത് അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളോട് പോലും അദ്ദേഹം ആ രീതിയിൽ പറയാറുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ സിനിമയിൽ അദ്ദേഹം പറയുന്ന ചില തമാശകൾക്കൊക്കെ അപ്പുറം ചില കാര്യങ്ങൾ വളരെ വ്യക്തമായി, ചിലപ്പോൾ അത് മൂർച്ചയേറിയ വാക്കുകളായിട്ട് നമ്മളെ നോവിക്കാൻ പോകുന്ന ചില വാക്കുകളായിരിക്കും. പക്ഷെ അത് ശ്രീനേട്ടൻ പറയുമ്പോൾ അത് കേൾക്കുന്നയാൾക്ക് അല്ലെങ്കിൽ അത് പറയുന്ന ആ ആൾക്ക് അത് യാതൊരു വേദനയും തോന്നാതെ അത് പറയാൻ, അത് നമ്മുടെ നായനാർ സഖാവിനൊക്കെ നമ്മളെ അനുവദിച്ചു കൊടുത്തിട്ടുള്ള ഒരു ഇതാണ് എന്ന് പറയുന്നത് പോലെ രാഷ്ട്രീയത്തിൽ നമ്മൾ നായനാർ സഖാവിനെ പോലെ അങ്ങനെ ചിലർക്കൊക്കെ നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു അധികാരം അല്ലെങ്കിൽ ഒരു അവകാശമുണ്ട്. ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത് ചോയൻ അധ്യക്ഷനായി. തിരക്കഥാകൃത്ത് ഗോവർദ്ധൻ, റബ്കോ ചെയർമാൻ കാരായി രാജൻ, മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം മുഹമ്മദ് അഫ്സൽ, കതിരൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപിക ടി സീന, ഡി ബീന, ബാങ്ക് ഡയറക്ടർ PC ദിനേശൻ, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം AK ശോഭ തുടങ്ങിയവർ പ്രസംഗിച്ചു. ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി M രാജേഷ് ബാബു സ്വാഗതവും ബാങ്ക് സെക്രട്ടറി P സുരേഷ് ബാബു നന്ദിയും പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ PP സുജിയ,
കാട്ടിത്ത് പ്രകാശൻ, തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MP ശ്രീഷ, പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം N സുധീഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം AK ശോഭ, കതിർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV പവിത്രൻ തുടങ്ങി 42 ജനപ്രതിനിധികളെയാണ് ചടങ്ങിൽ ആദരിച്ചത്. ഇവർക്കുള്ള ഉപഹാരങ്ങളും പ്രേംകുമാർ വിതരണം ചെയ്തു. തലശ്ശേരി കോടിയേരി ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ വൈബ് ഫോർ വെൽനസ് ദേശീയ സിദ്ധ ദിനാചരണ സുചര്യ സംഘടിപ്പിച്ചു. തലശ്ശേരി നഗരസഭ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. നവീകരിച്ച ലാബ്, പഞ്ചകർമ്മ റൂം എന്നിവയുടെ പ്രവർത്തനാരംഭവും പ്രീതം വിനോദ കേന്ദ്രത്തിന്റെ സമർപ്പണവും ചടങ്ങിൽ നടന്നു. തലശ്ശേരി നഗരസഭാ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയോ നഗരസഭയുടെയോ കൊണ്ട് മാത്രം ഇതുപോലുള്ള ആശുപത്രികൾ പ്രവർത്തിച്ച് മുമ്പോട്ട് പറ്റില്ല. ജനങ്ങളുടെ ആകെ സഹായം വേണ്ടി വരും. നേരത്തെ കാണുന്ന കെട്ടിടങ്ങളെല്ലാം ഇതേപോലെ ജനങ്ങളാൽ ഉണ്ടാക്കിയതാണ്. എൻ രാഘവട്ടനെ സ്മരിച്ചുകൊണ്ടാണ് എൻ രാഘവട്ടൻ ഇതിൻ്റെ ഈ ഹോസ്പിറ്റലിൽ പുതുക്കി പണിയുന്നതിൽ വലിയ പങ്ക് വഹിച്ച ആളാണ്. നേരത്തെ ഇതിൻ്റെ ഹോസ്പിറ്റൽ ഉണ്ടായ തിരുവങ്ങാടാണ്. ആ തിരുവങ്ങാട് കെട്ടിട ഉടമ കേസ് കൊടുത്ത് ബിൽഡിംഗ് ഒഴിയണം വന്നപ്പോൾ അനാഥമായ ഈ ആയുർവേദ ഹോസ്പിറ്റലിൽ 2 കൈ നീട്ടി ഇവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചവരെ മൺമറഞ്ഞു പോയ നേതാക്കന്മാരുണ്ട്. അവരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായി ഇന്ന് കാണുന്നതെല്ലാം മുമ്പിലുള്ളത് എന്ന് പറയുന്നതൊക്കെ ഏറ്റുവാങ്ങാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. എൻ്റെ ആവട്ടം ഉൾപ്പെടെയുള്ള ഒരുപാട് സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ച അവർ കാണിച്ച ത്യാഗപൂർവ്വ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് ഇത്രയും ഇവിടെ ഉണ്ടെന്നുള്ളത്. അന്ന് തന്നെ ഈ സ്ഥലം എടുക്കാൻ വേണ്ടി ഇവിടുത്തെ പ്രദേശത്തിലെ സാധാരണ ജനങ്ങളാണ് പങ്കുവഹിച്ചത്. അതിൽ ഏറ്റവും വലിയ പങ്കുവഹിച്ചത് കോയേരി രാജനാണ്. അങ്ങനെ ഒരുപാട് നന്മ നിറഞ്ഞ മനുഷ്യന്മാരുടെ കൂട്ടായ്മ ഇതിൻ്റെ വളർച്ചയ്ക്ക് സഹായിച്ചിട്ടുണ്ട്. വാർഡ് അംഗം VM സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. സിസ്റ്റർ പ്രീത, വിജേഷ്, ദിൽജിത്ത് എന്നിവരെ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. തലശ്ശേരി ചീഫ് മെഡിക്കൽ ഓഫീസർ NT നിഷി സ്വാഗതവും സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ VK സ്മിത നന്ദിയും പറഞ്ഞു. ആശുപത്രിയിൽ എത്തുന്നവർക്ക്
സ്ലീപ്പ്, യോഗ, സിദ്ധവർമ്മ, ഹെൽത്തി ഫുഡ് ക്ലിനിക്കുകൾ, ഹെൽത്തി റൊട്ടീൻസ്, റിക്രിയേഷൻ ഏരിയ, ഷോർട്ട് എക്സിബിഷൻ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. യോഗ പ്രദർശനവും നടന്നു. 4, 5. ഈ ഷോൾഡർ റൊട്ടേഷൻ, കൈകൾ ഷോൾഡർ വെക്കുക, എൽബോസ് റൊട്ടേറ്റ് ചെയ്യുക. മാഹിയിൽ സംഘടിപ്പിച്ച സാഹിത്യ സായാഹ്നം അക്ഷരാർത്ഥത്തിൽ എഴുത്തുകാരുടെ സർഗാത്മക കൂടിക്കാഴ്ചയായി മാറി. പുതുച്ചേരി കലാ സാംസ്കാരിക വകുപ്പും മാഹി അഡ്മിനിസ്ട്രേഷനും മാഹി നഗരസഭയും സംയുക്തമായാണ് സാഹിത്യ സന്ധ്യ സംഘടിപ്പിച്ചത്. അറബിയുടെ അമ്മ നോവൽ വായനക്കൂട്ടത്തിന്റെ സഹകരണത്തോടെയാണ് സാഹിത്യ സന്ധ്യ നടന്നത്. മാഹി ഗവൺമെന്റ് ഹൗസിൽ ചേർന്ന പരിപാടിയിൽ മലയാള സാഹിത്യത്തിലെ മുൻനിര എഴുത്തുകാർ പങ്കെടുത്തു. എം മുകുന്ദൻ, സക്കറിയ, ബെന്യാമിൻ, ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ്, എസ് ഹരീഷ്, ഷീല ടോമി, ലിജേഷ് കുമാർ, കെ വി സജയ്, വി കെ സുരേഷ്, ജിൻഷ ഗംഗ, താഹ മാടായ്, ബിജു പുതുപ്പണം എന്നിവർക്കൊപ്പം മാധ്യമപ്രവർത്തകരായ ശ്രീകാന്ത് കോട്ടക്കൽ, ടി അജീഷ്, ഷിബു മുഹമ്മദ് എന്നിവരും പങ്കെടുത്തു. മാഹി MLA രമേശ് പറമ്പത്തും അഡ്മിനിസ്ട്രേറ്റർ ഡി മോഹൻകുമാറും ചേർന്ന് എഴുത്തുകാരെ മൊമൻറ്റോ നൽകി ആദരിച്ചു. ആൾക്കൂട്ടങ്ങളോ കാണികളോ ഇല്ലാതെ എഴുത്തുകാർ തമ്മിലുള്ള തുറന്നും സൃഷ്ടിപരവുമായ സാഹിത്യ സംവാദമായി പരിപാടി മാറിയതാണ് സന്ധ്യയുടെ പ്രത്യേകത. എം മുകുന്ദൻ്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ ഓർമ്മിപ്പിക്കുന്ന മൂപ്പൻ സാഹിബിൻ്റെ മാളികമുറ്റത്ത് വെള്ളിയാങ്കല്ലിൻ്റെ വെളിച്ചത്തിൽ നടന്ന എഴുത്തുയോഗം വളരെ വ്യത്യസ്തമായ അനുഭവമായിരുന്നുവെന്ന് എഴുത്തുകാരൻ സക്കറിയ പറഞ്ഞു. കൃത്യമായിട്ട് അറിയാവുന്ന, കൈവെള്ള പോലെ അറിയാവുന്ന ഒരു സ്ഥലത്തെ പറ്റി ഹൃദയത്തിൽ നിന്ന് എഴുതി എന്നുള്ളതാണ് അതിന്റെ കാര്യം. യുവാക്കളുടെ ഒരു ബൈബിളായിട്ട് മാറിയതും അതുകൊണ്ടാണ്. സൂര്യൻ മയ്യഴിയിൽ അസ്തമിക്കുമ്പോൾ മൂപ്പൻ സാഹിബിൻ്റെ ഹിൽ ടോപ്പിൽ വെച്ച് സക്കറിയ തൻ്റെ പ്രശസ്ത കഥയായ ആത്മകഥ എഴുത്തുകാരുടെ മുന്നിൽ വായിച്ച് കേൾപ്പിച്ചു. തങ്ങളുടെ എഴുത്തുവഴികളെക്കുറിച്ച് ബെന്യാമീനും എസ് ഹരീഷും ഷീല ടോമിയും മനസ്സ് തുറന്ന് സംസാരിച്ചു. അറബിയുടെ അമ്മ എന്ന നോവലിൻ്റെ രചയിതാവ് മൻസൂർ പള്ളൂർ ചടങ്ങുകൾ നിയന്ത്രിച്ചു. സക്കറിയയും OV വിജയനൊക്കെ ഇരുന്നു കൊണ്ടുള്ള അന്നത്തെ ആ ഒരു കാലഘട്ടത്തിലെ ഡൽഹി പ്രവാസ കൂട്ടായ്മ, അതിനെക്കുറിച്ചൊക്കെ ഇന്നലെ ഇവിടെ എത്തിച്ചേർന്ന സക്കറിയ, എം മുകുന്ദനൊക്കെ ഇരുന്നപ്പോൾ ഉണ്ടല്ലോ, ശരിക്കും അവരുടെ ചെറുപ്പം ഞാനിങ്ങനെ കാണുകയായിരുന്നു. എന്ത് രസകരമായ രീതിയിലാണ് ആ പഴയ കാലമൊക്കെ അയവിറക്കിക്കൊണ്ട് ഇങ്ങനെ സംസാരിച്ചതെന്നോ. തീർച്ചയായും നമ്മൾ ഭാഗ്യവാന്മാരാണ്. നിങ്ങൾ ചൊരിഞ്ഞ പ്രകാശത്തിന്റെ ആ ഒരു വെളിച്ചത്തിലാണ് നമ്മുടെ ഇന്നത്തെ എല്ലാ എഴുത്തുകാരും ഊർജം ഉൾക്കൊണ്ടത് എന്ന് കാര്യത്തിൽ ആർക്കും സംശയമുണ്ടെന്ന് തോന്നുന്നു. അഡ്മിനിസ്ട്രേഷൻ സൂപ്രണ്ട് A പ്രവീൺ, സോമൻ പന്തക്കൽ, ഷിനോജ് സൈൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. ശിവാംഗി കൾച്ചറൽ സെന്റർ, മാഹി. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ കഥക് നൃത്തത്തിന്റെ താളവുമായി ശിവാംഗി കൾച്ചറൽ സെന്റർ പുതുവർഷത്തിൽ പുതിയ ബാച്ചിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. താളവാദ്യലയത്തോടെ കൈമുദ്രകളാലും ചടുലമായ അംഗവിക്ഷേപങ്ങളാലും ഉയരുന്ന കഥക്കിന്റെ ധ്വനികൾ ഇനി മയ്യഴിയിലും. വിദഗ്ധരായ അധ്യാപകരുടെ ക്ലാസുകൾ. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഡാൻസ് സ്റ്റുഡിയോ, ശിവാംഗി കൾച്ചറൽ സെന്റർ, BLM ടവർ, ഹോസ്പിറ്റൽ റോഡ്, മാഹി. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം.
കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിസിംഗ് റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ് ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. വാർത്തകൾ തുടരുന്നു. തലശ്ശേരി പ്രസ് ഫോറത്തിന്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് പി സന്തോഷ് കുമാർ MP. 18ാമത് ഹെർമൻ ഗുണ്ടർട്ട് അവാർഡ് നേടിയ പ്രദീപ് നാരായണനുള്ള ഹെർമൻ ഗുണ്ടർട്ട് അവാർഡ് ദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാധ്യമപ്രവർത്തനം എത്ര നാൾ ഉണ്ടാകുമെന്നും പണ്ടു മുതൽ കണ്ടുവരുന്ന പല ചാനലുകളും ഇല്ലാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്നും MP പറഞ്ഞു. ഏറെ പ്രതിസന്ധിയിലൂടെയാണ് മാധ്യമരംഗം കടന്നുപോകുന്നത്. മാധ്യമപ്രവർത്തകർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ പറ്റിയ അവസ്ഥയല്ല. ജനപക്ഷത്തു നിന്ന് വേണം മാധ്യമപ്രവർത്തനം നടത്തേണ്ടതെന്നും പി സന്തോഷ് കുമാർ MP പറഞ്ഞു. ജനപദ നിർമ്മാണം കേരളത്തിന്റെ ദീർഘകാലത്തെ ആവശ്യങ്ങളിലൊന്നായിരുന്നു എന്ന് നമുക്കറിയാം. അതിനുവേണ്ടിയുള്ള വളരെ മാതൃകാപരമായ ഒരു മുൻകൈ എടുത്തു. ആ പ്രവർത്തനങ്ങൾ ഏതാണ്ട് പൂർത്തീകരിക്കാൻ പോകുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ കൂടുന്നത്. പക്ഷെ ധാരാളം പ്രശ്നങ്ങൾ പല ഭാഗങ്ങളിലും ഉയർന്നു വന്നു. ആ പ്രശ്നങ്ങളെല്ലാം തന്നെ ഉയർത്തിക്കാണിച്ചുകൊണ്ടുള്ള നിരവധി സമരങ്ങൾ നടന്നു. അടിപ്പാതയുടെ നിർമ്മാണം മുതൽ ചെറുതും വലുതുമായ നിരവധി ആവശ്യങ്ങൾ നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യർ ഉയർത്തുകയുണ്ടായി. അപ്പൊ ഈ വലിയൊരു വികസന സ്വപ്നത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോഴും നാട്ടിലെ ഒട്ടേറെ മനുഷ്യരുടെ പ്രയാസങ്ങൾ നമുക്ക് ഒരിക്കലും കണ്ടില്ല എന്ന് നടിക്കാൻ സാധിക്കുമായിരുന്നു. ചെറിയ ഇടവേളയുടെ പ്രയാസം ഒഴിച്ചാൽ തലശ്ശേരി പ്രസ് ഫോറം അത് മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്നത് തലശ്ശേരിക്ക് മാത്രമല്ല കണ്ണൂരിനും കേരളത്തിനും മലയാളികൾക്കും ആകെ അഭിമാനകരമായിരിക്കുന്ന ഒരു കാര്യമാണ്. ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ആ സ്മരണ, മലയാളി എപ്പോഴും നിലനിർത്തേണ്ടുന്ന സ്മരണ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുന്ന പ്രസ് ഫോറത്തിന്, അതിന് സഹായിക്കുന്ന ബന്ധപ്പെട്ട എല്ലാവർക്കും, മേരിമാത ചാരിറ്റബിൾ ട്രസ്റ്റ് ഉൾപ്പെടെയുള്ള എല്ലാ ഭാരവാഹികൾ ഉൾപ്പെടെ എല്ലാവർക്കും ഉള്ള പ്രത്യേകമായ അഭിവാദ്യങ്ങൾ നേരുന്നതിന് ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കും. 18ാമത് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് സ്മാരക അവാർഡ് മാതൃഭൂമി കാസർഗോഡ് ലേഖകൻ പ്രദീപ് നാരായണൻ MPയിൽ നിന്നും ഏറ്റുവാങ്ങി. പ്രസ് ഫോറം പ്രസിഡന്റ് നവാസ് മേത്തർ അധ്യക്ഷത വഹിച്ചു. മേരിമാത ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ഫാദർ ഡോക്ടർ GS ഫ്രാൻസിസിനെയും ചടങ്ങിൽ ആദരിച്ചു. വാർഡ് കൗൺസിലർ നൂറ നാസർ, അനീഷ് പാദ്രിയാട്, P ദിനേശൻ, N സിറാജുദ്ദീൻ, MR രജീഷ്, M വിനീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. തലശ്ശേരി തിരുവങ്ങാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഞ്ഞോടി മാപ്കോസ് ഹാളിൽ SIR വെരിഫിക്കേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. നിരവധി ആളുകൾ പങ്കെടുത്തു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് CT സജിത്ത് വെരിഫിക്കേഷൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ആര് എവിടെ എന്ത് ചെയ്യും എന്നുള്ള ഒരു ചോദ്യത്തിന് നമുക്ക് ആർക്കും മറുപടിയില്ല.
അതുകൊണ്ടാണ് ബഹുമാനായ ശ്രീ രാഹുൽ ഗാന്ധി കഴിഞ്ഞ മാസങ്ങളായി പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകന്മാരുടെ ഉത്തരവാദിത്വം അവരവരുടെ വാർഡിലെ വോട്ടർ പട്ടികയുടെ പരിശോധനയാണ് ഏറ്റവും പ്രധാനമെന്ന് ശ്രീ രാഹുൽ ഗാന്ധി കഴിഞ്ഞ എത്രയോ മാസങ്ങളെ നമ്മോട് ആവശ്യപ്പെടുന്നത്. അപ്പം എന്താണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു ഗൗരവം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും അറിയാം. പത്രത്തിലേക്ക് കൂടി നമ്മളെല്ലാവരും വായിക്കുന്നുണ്ട്. കഴിഞ്ഞ ഉത്തർപ്രദേശിലും അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആയിരക്കണക്കിന് വോട്ടർമാരെയാണ് ഈ SIRന്റെ പേര് പറഞ്ഞുകൊണ്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആളുകളെ തള്ളിമാറ്റുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു പ്രധാന വിഷയം, അത് എവിടെയാണ് ഇതിൻ്റെ ഒരു ഗൂഢാലോചന എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതായിരുന്നു. ഇതിൻ്റെ ഗൂഢാലോചന തുടങ്ങുന്നത് 2013-ലാണ്. 2013 എന്താണ് സംഭവിച്ചത്? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പ്രത്യേക അധികാരം കൊടുത്തു. ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഒരു ഓട്ടോണമസ് ബോഡി എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടന ഉള്ള അധികാരം കൊടുത്തിട്ടുള്ള ഒരു സംവിധാനം. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രമേശ് കണിയേരി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൗൺസിലർ എ ഷർമിള, ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ജിതേഷ്, TP രാമകൃഷ്ണൻ, തച്ചോളി അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ശിവദാസ് മാറോളി സ്വാഗതവും രാജേന്ദ്രൻ നന്ദിയും പറഞ്ഞു. ക്ലീൻ ഗ്രീൻ പാനുണ്ടയുടെ നേതൃത്വത്തിൽ പിണറായി ഗ്രാമപഞ്ചായത്തിലെ നാടുവാർഡുകളായ പാനുണ്ട, ഓലൈക്കര, എരുവട്ടി, പൊട്ടൻപാറ എന്നീ പ്രദേശങ്ങൾ ശുചീകരിച്ചു. ക്ലീനിംഗ് പ്രവൃത്തിയിലേർപ്പെട്ട കുട്ടികളെയും മുതിർന്നവരെയും ആദരിച്ചു. ക്ലീൻ ഗ്രീൻ പാനുണ്ടയുടെ നേതൃത്വത്തിൽ പിണറായി പഞ്ചായത്തിലെ പാനുണ്ട, ഓലായിക്കര, എരുവട്ടി, പൊട്ടൻപാറ വാർഡുകളിൽ ശുചീകരണ പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന കുട്ടികളെയും മുതിർന്നവരെയും ആദരിച്ചു. പിണറായി എക്സൈസ് ഇൻസ്പെക്ടർ KS കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. CK അങ്കജൻ അധ്യക്ഷനായി. AP മോഹനനെ ചടങ്ങിൽ ആദരിച്ചു. 4 വയസ്സ് മുതൽ 80 വയസ്സ് വരെയുള്ള 50-ൽ പരം ആൾക്കാരെയാണ് ആദരിച്ചത്. സുരേഷ് കുമാർ, KK ഷമീർ, ജിതീഷ് പാനുണ്ട, CK പത്മിനി, കാരായി വിജയൻ, M പവിത്രൻ, പന്ന്യോടൻ ചന്ദ്രൻ, OK ധനേഷ് ജി, K ജിഷ, സുധീർ ബാബു എന്നിവർ സംസാരിച്ചു. കണ്ണൂർ ചാലിയിൽ വെച്ച് നടന്ന കേരള അത്ലറ്റിക് ഫിസിക് അലയൻസ് കാപ്പ മിസ്റ്റർ കണ്ണൂർ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ CK പ്രയാഗ് ചാമ്പ്യനായി. ചൊക്ലി നെടുമ്പ്രം സ്വദേശിയായ പ്രയാഗ് സംസ്ഥാന ചാമ്പ്യൻഷിപ്പിന് ഒരുങ്ങുകയാണ്. 250 പ്രയാഗ് പന്തക്കലിലെ ജിം ഫോർ യുവിലെ ട്രെയിനർ കൂടിയാണ് പ്രയാഗ്. ബോഡി ബിൽഡറായ മുനീർ M കണ്ണാടിപ്പറമ്പിലിൻ്റെ ശിക്ഷണത്തിലാണ് പ്രയാഗ് ഈ നേട്ടം കൈവരിച്ചത്. മിസ്റ്റർ കണ്ണൂർ കിരീടം നേടിയതോടെ പ്രയാഗിൻ്റെ അടുത്ത ലക്ഷ്യം സംസ്ഥാനതല മത്സരമാണ്. ഈ മാസം 11-ാം തീയതി കോഴിക്കോട് വെച്ച് നടക്കുന്ന 7ാമത് കാപ്പ മിസ്റ്റർ കേരള 2026 മത്സരത്തിൽ പങ്കെടുക്കാനുള്ള തീവ്രമായ തയ്യാറെടുപ്പിലാണ് പ്രയാഗ്. അശ്വന്ത് ഫാറ്റ് ഓഫ് ജിം 4-ാം സ്ഥാനം ട്രെയിൻ നമ്പർ 227 227 സൈനോസ് ജിം ആൻഡ് ട്രെയിൻസ് മൾട്ടി ജിം മുഹമ്മദ് റിസ്വാൻ പവർ ജിം 223 ജീവൻ TV ഓക്സിജൻ ജിം. സംസ്ഥാന നോർത്ത് സോൺ കിഡ്സ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് ജനുവരി 15-ന് തലശ്ശേരി ജസ്റ്റിസ് VR കൃഷ്ണയ്യർ മെമ്മോറിയൽ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടക്കും. ഇതിനായുള്ള സംഘാടക സമിതി രൂപീകരിച്ചു. സംഘാടക സമിതി അവലോകന യോഗം ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരിയുടെ അഭിമാനം
ക്ഷതമേറ്റു പോകാതിരിക്കാൻ വേണ്ടിയാണ് തലശ്ശേരിക്കാരെ ഒന്ന് ബോധിപ്പിച്ചത്. തലശ്ശേരി എന്ന് പറഞ്ഞാൽ സ്പോർട്സ് അവരുടെ ജീവവായുവാണ്. സിറാജിനെ പോലത്തോളൊക്കെ സ്റ്റേഡിയത്തിൽ ജനിച്ച് സ്റ്റേഡിയത്തിൽ വളർന്നു പോയി. അപ്പോൾ ഇനിയും ഒരുപാട് സ്പോർട്സ് പ്രേമികൾ തലശ്ശേരിയുണ്ട്. അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു ആശങ്ക നമുക്കുണ്ടാവേണ്ടതില്ല. മറ്റൊന്ന്, തലശ്ശേരി നഗരസഭ എന്ന് പറയുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനം സ്പോർട്സ് തന്നെയായിരുന്നു. നഗരസഭയുടെ വിപുലീകരണമാണ് ഇപ്പം മറ്റു കാര്യത്തിന് വന്നത്. കാരണം സർക്കാരിൻ്റെ വികേന്ദ്രീകരണ ആശയം വന്നപ്പോഴാണ് നഗരസഭ മറ്റു പല മേഖലയിലേക്കും പോയി. സ്പോർട്സ് കൗൺസിൽ മുൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് കെ പവിത്രൻ മാസ്റ്റർ അധ്യക്ഷനായി. ജോസ് മാത്യു സ്വാഗതം പറഞ്ഞു. ഷിനിൽ കുര്യാക്കോസ്, യു ഷാജി, കെ ഷെമിൻ, ഇ സുരേഷ് ബാബു, പി മഹിലേഷ്, സി ജിഷ തുടങ്ങിയവർ സംസാരിച്ചു. തിരുവങ്ങാട് സ്പോർട്ടിംഗ് യൂത്ത്സ് ലൈബ്രറിയുടെ കലാവിഭാഗമായ സ്പോർട്ടിംഗ് യൂത്ത്സ് ആർട്സ് ആൻഡ് മ്യൂസിക് അസോസിയേഷൻ ശ്യാമ പുതുവത്സരം ആഘോഷിച്ചു. വൈവിധ്യമാർന്ന പരിപാടികൾ അരങ്ങേറി. തിരക്കഥാകൃത്തും എഴുത്തുകാരനും DC ബുക്സ് മാനേജറുമായ ബിജു പുതുപ്പണം പുതുവത്സര സന്ദേശം നൽകി. പുതുവത്സര ഗാനങ്ങൾ, ഉത്തരേന്ത്യൻ നൃത്ത സംഗീത ശില്പം, ഡാൻഡിയ ഡാൻസ്, പാട്ടിലെ കളികൾ, പ്രശ്നോത്തരികൾ, മത്സരങ്ങൾ എന്നിവയും നടന്നു. വിവിധതരം മധുരപലഹാര വിതരണവും നടത്തി. പാനൂർ ഹൈസ്കൂൾ 1987 SSLC ബാച്ച് 1ാം വാർഷികാഘോഷം പുനരയനം സംഘടിപ്പിച്ചു. പാനൂർ PRM ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടിയിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. പുനരയനം പ്രശസ്ത സിനിമ സീരിയൽ താരം ശ്രീഗംഗ ഉദ്ഘാടനം ചെയ്തു. ഓർമ്മകളുടെ ഭാഗവുമായി ഇത് സഞ്ചരിക്കാം. നമ്മുടെ കൂട്ടത്തിൽ നിന്നും കാലം കവർന്നെടുത്ത പ്രിയപ്പെട്ടവരെല്ലാം നമുക്ക് ഓർത്തെടുക്കാം. അവരുടെ ആത്മാവിനെ നിത്യശാന്തി അർപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, ഇത് ഓർമ്മകളുടെ പുനരയനം. ഈ പുനരയനം പൊതുതലമുറയ്ക്ക് പ്രചോദനമാവട്ടെ. കാലം ഒരുപാട് നടന്നത് ഈ ഒരു പ്രോഗ്രാം പുനരയനം എന്ന ഈ ഒരു ഒത്തുചേരല് നമ്മൾ പഴയകാല ഓർമ്മകളിലേക്ക് ആക്ച്വലി പോവാണ്. പറഞ്ഞു പിന്നെ ഈ കൂട്ടായ്മ എന്നും ഇതുപോലെ തന്നെ നിൽക്കട്ടെ. അതുപോലെ സന്തോഷത്തോടെയും പരസ്പരം സഹായിച്ചും എപ്പോഴും ഈ ഒരു കോണ്ടാക്ട് ഉണ്ടാകണം. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മള് ആ ഒരു SSLC കഴിഞ്ഞാൽ പിന്നെ ആ ഫ്രണ്ട്ഷിപ്പ് എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. എന്റെ എക്സ്പീരിയൻസ് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. അപ്പം ഈ ഒരു കൂട്ടായ്മ കാണുമ്പോൾ ഒരുപാട് സന്തോഷം. ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുവരുമെന്ന് ആശംസിക്കുന്നു. പാനൂർ ഹൈസ്കൂൾ 1987 SSC ബാച്ചിന്റെ വാട്സപ്പ് കൂട്ടായ്മയായ ആൽമരത്തണലിൽ 1ാം വാർഷികവും ആഘോഷിച്ചു. പ്രേമൻ മാവിലേരി അധ്യക്ഷത വഹിച്ചു. പ്രദീപ് ശ്രീലകം, ശ്രീകുമാർ, വേണുദാസ് മുഖേരി എന്നിവർ സംസാരിച്ചു. കൃഷ്ണമുരളി സ്വാഗതവും രഞ്ജിത്ത് നന്ദിയും പറഞ്ഞു. മലബാർ മെഡിക്കൽ കോളേജ് ഉള്ളേരിയുടെ നേതൃത്വത്തിൽ പ്രഷർ ഷുഗർ പരിശോധനയും നടന്നു. ഒരിടവേള കൂടി.
PK In-Store, Chokli, Mahi. The biggest showroom and experience center in South India for tiles and sanitary ware. Has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകളിലേക്ക്. ചിറ്റാരിപ്പറമ്പ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന വോയിസ് ഓഫ് 87 എന്ന സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ക്ലീൻ ചിറ്റാരിപ്പറമ്പ് മൂവ്മെന്റിന് തുടക്കമായി. 2026 ഏപ്രിൽ 5 ഞായറാഴ്ച ചിറ്റാരിപ്പറമ്പിൽ വെച്ച് നടക്കുന്ന ചിറ്റാരിപ്പറമ്പ് മാരത്തോണിന്റെ ധനശേഖരണാർത്ഥമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഏപ്രിൽ 5 ഞായറാഴ്ച ചിറ്റാരിപ്പറമ്പിൽ നടക്കുന്ന ചിറ്റാരിപ്പറമ്പ് മാരത്തോണിന്റെ ധനശേഖരണാർത്ഥമാണ് പഞ്ചായത്തിനകത്തെ വീടുകളിൽ നിന്ന് പഴയ ആക്രി സാധനങ്ങൾ ശേഖരിച്ച് മാരത്തോണിനുള്ള ഫണ്ട് സമാഹരിക്കുക കൂടിയാണ് ഈയൊരു മൂവ്മെന്റിലൂടെ സംഘടന ഉദ്ദേശിക്കുന്നത്. ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 1987 SSC ബാച്ചിൽ നിന്നും രൂപം കൊണ്ട സാംസ്കാരിക വേദിയാണ് വോയിസ് ഓഫ് 87. ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പവിന കാരായ് ഉദ്ഘാടനം ചെയ്തു. അതിന്റെ പൂർണ്ണതയിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾക്ക് പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസം ഞാൻ നിങ്ങളെ മുമ്പാകെ പറയാണ്. അപ്പോൾ ഈ മാരത്തോണിന്റെ ഭാഗമായി ഒരുപാട് സാധനങ്ങളെ പൈസ എന്ന് പറഞ്ഞത് വലിയ പൈസ തന്നെയാണ്. ഓരോ സാധനങ്ങളെ സ്പോർട്സിന് ഗവൺമെന്റിന്റെ കാര്യങ്ങൾ അവർക്ക് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭക്ഷണ ചെലവ് അങ്ങനെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുട്ടികളാണ് നമ്മളൊരു കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് വളരെ ഗംഭീരമായി തീർക്കുക എന്നുള്ള ഉത്തരവാദിത്വം നമ്മളെ ചുമതലയിലാണുള്ളത്. പി സുവർണ അധ്യക്ഷത വഹിച്ചു. ജയൻ മാറോളി, എൻ വിനോദൻ എന്നിവർ സംസാരിച്ചു. PB ഷാജി സ്വാഗതവും രമേശൻ ജ്യോതി നന്ദിയും പറഞ്ഞു. തുടർന്ന് വീടുകളിൽ നിന്ന് ആക്രി സാധനങ്ങൾ ശേഖരിച്ചു. അനിത അണിയാരത്ത്, വിമല ഇല്ലത്ത്, P മോഹനൻ, A വത്സരാജ്, E രാജീവൻ, P പുരുഷോത്തമൻ എന്നിവർ പരിപാടികൾ നിയന്ത്രിച്ചു. കേരള നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ മുഖ്യ രക്ഷാധികാരിയായി മാഹി സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന 42ാമത് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ഫ്ലഡ് ലൈറ്റ് ടൂർണമെന്റ് 2026 സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം മാഹി സർക്കിൾ ഇൻസ്പെക്ടർ PA അനിൽകുമാർ നിർവഹിച്ചു. മാഹി സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന 42ാമത് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ
റെഡ് ലൈറ്റ് ടൂർണമെൻറ്റിൻ്റെ സംഘാടക സമിതി ഓഫീസ് സർക്കിൾ ഇൻസ്പെക്ടർ PA അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. മയ്യഴിയിലെ കായിക സംസ്കാരത്തിന് മാഹി സ്പോർട്സ് ക്ലബിൻ്റെ പങ്ക് നിസ്തുലമാണെന്ന് PA അനിൽകുമാർ പറഞ്ഞു. മത്സരങ്ങൾ ഇന്ത്യയിൽ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് അനുസൃതമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം നമ്മുടെ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടാവുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ ഇതൊക്കെ ഈ പ്ലാനിംഗ് ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഇത്തരം സ്പോർട്സ് ക്ലബ്ബുകളും മറ്റുള്ള വേദികളുമാണ് ഇന്ത്യൻ സ്പോർട്സ് രംഗത്തെ പിടിച്ചുയർത്തിയിരുന്നതും ഇന്ത്യൻ സ്പോർട്സ് രംഗത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമായിരുന്നു നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ മയ്യഴിയുടെ കായിക രംഗത്ത് മാഹി സ്പോർട്സ് ക്ലബ്ബ് എന്ന നാമധേയം മയ്യഴി ഉള്ള കാലം വരേക്കും ഉണ്ടാകുമെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. തുടർച്ചയായി ഈ 7th ടൂർണമെൻറ്റ് 42வது തവണയാണെന്ന് പറഞ്ഞു. 42வது തവണ ഓടിച്ചതൊക്കെ കാണാനുള്ള ഒരു ഭാഗ്യം എനിക്കും ഉണ്ടായിരുന്നു. ചില മത്സരങ്ങളൊക്കെ ഞാനും കണ്ടിട്ടായിരുന്നു. തുടർച്ചയായിട്ട് ജോലി നിമിത്തമായ കാരണങ്ങൾ കൊണ്ട് ഞാൻ പോണ്ടിച്ചേരിയിലായ കാരണം കൊണ്ട് തന്നെ കഴിഞ്ഞൊരു 30-32 വർഷമായി പോണ്ടിച്ചേരിയിൽ സെറ്റിൽഡായ കാരണം കൊണ്ട് ബാബുട്ടി മാഹി രചനയും സംവിധാനവും ആലാപനവും നടത്തിയ 42வது ടൂർണമെൻറ്റിൻ്റെ പ്രചരണ ഗാനത്തിൻ്റെ പ്രകാശനവും ടൂർണമെൻറ്റ് സഹരക്ഷാധികാരി അഡ്വക്കേറ്റ് T. അശോക് കുമാർ നിർവഹിച്ചു. 42வது ടൂർണമെൻറ്റ് കമ്മിറ്റി ചെയർമാൻ അനിൽ വെലിങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ടൂർണമെൻറ്റ് സഹരക്ഷാധികാരി നൌഷാദ് KP, മുൻ ക്ലബ്ബ് പ്രസിഡന്റ് KP സുനിൽകുമാർ, മുൻ ടൂർണമെൻറ്റ് കമ്മിറ്റി ചെയർമാൻ ജിനോസ് ബഷീർ, SMFA ചീഫ് കോച്ച് TR സലീം, മുൻ സന്തോഷ് ട്രോഫി ഫുട്ബോൾ താരവും മാഹി ട്രാഫിക് പോലീസ് ഗ്രേഡ് SIയുമായ ഉമേഷ് ബാബു, മീഡിയ കോർഡിനേറ്റർ ശ്രീകുമാർ ഭാനു എന്നിവർ സംസാരിച്ചു. ജനറൽ കൺവീനർ KC നിഖിലേഷ് സ്വാഗതവും ടൂർണമെൻറ്റ് കോർഡിനേറ്റർ അടിയേരി ജയരാജൻ നന്ദിയും പറഞ്ഞു. ക്രിസ്തുമസ് അവധിക്ക് ശേഷം സ്കൂൾ തുറന്ന ദിനത്തിൽ ഒത്തൊരുമിച്ചൊരു പുതുവത്സരത്തിന്റെ മധുരം നുകർന്ന് മൊകേരി ഈസ്റ്റ് UP സ്കൂൾ. വിദ്യാലയ അങ്കണത്തിൽ നിർമ്മിച്ച ലൈവ് കേക്കും ശ്രദ്ധേയമായി. വിദ്യാലയാങ്കണത്തിൽ നിർമ്മിച്ച ലൈവ് കേക്ക് കട്ട് ചെയ്തുകൊണ്ട് മൊകേരി ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡ് അംഗം ഷിനൻഡു കോട്ടായി ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പെട്ടെന്ന് തന്നെ ഉദ്ഘാടന പ്രസംഗം ഒന്നുമില്ല. എന്തായാലും 2026 നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം മികച്ച വിജയവും അതേപോലെ തന്നെ എല്ലാ മേഖലകളിലും ഒരു പാനൂർ മേഖലയിലും ജില്ലയിലും ഒരു കാൽവെപ്പ് എന്ന് പറയുന്ന പോലെ മൊകേരി UP സ്കൂൾ എന്നും പേരിൽ നിറഞ്ഞു നിൽക്കട്ടെ എന്നുള്ള ആശംസയോടുകൂടി തന്നെ പ്രധാനാധ്യാപകൻ സുകുമാരൻ, മദർ PTA പ്രസിഡന്റ് ആതിര, മാനേജ്മെന്റ് കമ്മിറ്റി പ്രതിനിധികളായ കൃഷ്ണൻ, അരവിന്ദൻ, രാഘവൻ എന്നിവർ പങ്കെടുത്തു. ചെറുവാഞ്ചേരി ബേക്ക് സ്റ്റോറീസ് നിർമ്മിച്ച ലൈവ് കേക്ക് നിർമ്മാണം കുട്ടികൾക്ക് കൗതുകമായി. ചായ് പിയോ ടീ ബാർ പാനൂരിൽ പ്രവർത്തനം തുടങ്ങി. മാസ്റ്റർ എയ്തൻ, ഈസ റസീൻ, ഷഹീൻ നാസർ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. പാനൂർ ന്യൂക്ലിയസ് ആശുപത്രിക്ക് എതിർവശത്തായാണ് ചായ് പിയോ പ്രവർത്തനം ആരംഭിച്ചത്. ചായ, സ്നാക്സ്, ഫ്രഷ് ജ്യൂസ്, ഷെയ്ക്സ്, മാഗി ആൻഡ് മോർ ഉത്തരവാദിത്വത്തോടെ രുചികരമായി ഇവിടെ ഒരുക്കിയതായി മാനേജ്മെന്റ് അറിയിച്ചു. നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കാളികളായി.
മൊബൈൽ ഫോൺ വ്യാപാര മേഖലയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള TM സർവീസ് സിറ്റി സ്പെയർസ് ആൻഡ് സർവീസ് ചൊക്ലി മെയിൻ റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. സയ്യിദ് മഷ്ഹൂർ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PK മോഹനൻ മാസ്റ്റർ, നവാസ് തൂളിമാക്കൂൽ, നൌഷാദ് തൂളിമാക്കൂൽ, അബ്ദുൽ ഹയർ TP, റഫീഖ് പാലക്കണ്ടി തുടങ്ങി നിരവധി പ്രമുഖർ സംബന്ധിച്ചു. മൊബൈൽ ഫോൺ ഡിസ്പ്ലേ, ബാക്ക് പാനൽ, ബാറ്ററി, ടൂൾസ് തുടങ്ങി എല്ലാവിധ പാർട്സുകളും ഇവിടെ ലഭ്യമാണെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. അത്യാധുനിക രീതിയിലുള്ള സർവീസ് സംവിധാനങ്ങൾ, പിന്നെ സർവീസ് സംബന്ധമായിട്ടുള്ള അതിൻ്റെ ഡിസ്പ്ലേ, അതിൻ്റെ ബാക്ക് കവർ, അതുപോലെ CC കണക്ടർ, ആ രീതിയിലുള്ള എല്ലാ സാധനങ്ങളും, പിന്നെ സർവീസ് സംബന്ധമായിട്ടുള്ള ടൂൾസുകൾ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ മിതമായ വിലയിൽ നല്ല രീതിയിൽ തന്നെ നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് നമ്മളിവിടുന്ന് ചെയ്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാ നാട്ടുകാരും പിന്നീടും കൂടുതൽ സപ്പോർട്ട് ചെയ്യാം. പിന്നെ പുതിയൊരു സംരംഭമാണ്, അത് നിങ്ങൾ സ്വീകരിക്കുന്നത്.
പ്രധാന വാർത്തകൾ വീണ്ടും. പാനൂർ മേഖലയുടെ ഉറക്കം കെടുത്തിയ ക്ഷേത്രമോഷ്ടാവ് ഒടുവിൽ പിടിയിൽ. അറസ്റ്റിലായത് മുടവന്തേരി തൂണേരി കുഞ്ഞിക്കണ്ടി അബ്ദുള്ള. കേരളത്തിൽ നിയമനം കിട്ടുന്നതിന് ആർക്കെങ്കിലും കൈക്കൂലി വാങ്ങേണ്ടി വരുന്ന ദുരനുഭവം ഒരു ദശാബ്ദമായി കേരളത്തിൽ നിലനിൽക്കുന്നില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒരു തരത്തിലുള്ള അഴിമതിയും വെച്ചുറപ്പിക്കില്ലെന്നും മുഖ്യമന്ത്രി. പൊയിലൂരിന്റെ ഗ്രാമവിശുദ്ധി നേരിൽ കാണാനായത് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന് സിനിമാ താരം ദിലീപ്. പൊയിലൂർ ശ്രീനാരായണ മഠത്തിന്റെ 55ാം വാർഷികം നടന്നു. മാധ്യമപ്രവർത്തകൻ നവാസ് മേത്തർ രചിച്ച് കേരള വിഷൻ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിക്കുന്ന ആ കാറും 7 മരണവും പുസ്തക പ്രകാശനം ജനുവരി 8-ന്. നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ പുസ്തകോത്സവത്തിൽ പ്രകാശനം നിർവഹിക്കും. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.